أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അമനി സൂറത്ത് അൽ ബഖറയിലെ 3-ാമത്തെ ആയത്ത് മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞല്ലോ. ദാലിക്കൽ കിതാബ്, ഈ കിതാബ് ലാ റൈബ ഫീഹി, അതിൽ സംശയമേ ഇല്ല, അത് അള്ളാഹുവിൽ നിന്നതാണെന്ന വിഷയത്തിൽ സംശയമേ ഇല്ല, അത് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സന്മാർഗമാണ്, മാർഗദർശനമാണെന്ന് പറഞ്ഞ് ഇനി ആരാണ് മുത്തഖീങ്ങൾ എന്ന് പറയുകയാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യം കൊണ്ട് വിശ്വസിക്കുന്നവരാണവർ, അദൃശ്യകാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും വയുഖീമൂന സ്വലാത്ത, നിസ്കാരം നിലനിർത്തുന്നു, വമിമ്മ റസഖ്നാഹും യുൻഫിഖൂന, നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ആരാണ് മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞല്ലോ. മുത്തഖീങ്ങൾ എന്ന് വെച്ചാൽ ആരാണ്? അദൃശ്യകാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുക, നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ്. ഇനിയും പറയും, അടുത്ത ആയത്തിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ 3 കാര്യം പറഞ്ഞു. ഖാല അബൂ ജഅഫർ റാസി പറഞ്ഞു, അനിൽ അലാ ഇബ്നു മുസയ്യിബ് ബിൻ റാഫിനെ തൊട്ട്, അദ്ദേഹം അബീ ഇസ്ഹാഖിനെ തൊട്ട്, അദ്ദേഹം അബുൽ അഹ്വസിനെ തൊട്ട്, അദ്ദേഹം അബ്ദുല്ല എന്നവരെ തൊട്ട്. ഖാല അദ്ദേഹം പറഞ്ഞു, അൽ ഈമാനു അ തസ്ദീഖ്, ഈമാൻ എന്നാൽ തസ്ദീഖാണ്, വാസ്തവമാക്കലാണ്, അള്ളാഹുവിനെയും റസൂലിനെയും വാസ്തവമാക്കലാണ്. ഖാല അലി ഇബ്നു അബീ ത്വൽഹത്ത് വഗൈറു, അദ്ദേഹം അല്ലാത്തവരും പറഞ്ഞു, അലി ഇബ്നു അബീ ത്വൽഹയും ഗൈറും പറഞ്ഞു, അൻഇബ്നു അബ്ബാസിനെ തൊട്ട്, യുഅ്മിനൂന ച യുസദ്ദിഖൂന എന്നാണ്. അല്ലദീന യുഅ്മിനൂന വെച്ചാൽ വിശ്വസിക്കാൻ വെച്ചാൽ എന്ത് ചെയ്യുക? സത്യമാക്കുക. വഖാല മഅമർ അൻ സുഹരിയെ തൊട്ട് പറഞ്ഞു, അൽ ഈമാനു അൽ അമൽ, ഈമാൻ എന്ന് വെച്ചാൽ അമലു, അമലാണ്. അപ്പോൾ യുഅ്മിനൂന ബിൽ ഗൈബി, ഇവിടെ ഈമാൻ അമൽ എന്നർത്ഥം പറഞ്ഞു, പ്രവൃത്തി എന്നർത്ഥം പറഞ്ഞു. വഖാല അബൂ ജഅഫർ റാസി പറഞ്ഞു, റബീബിന് അനസിനെ തൊട്ട്, യുഅ്മിനൂന യഖ്ശൗന എന്ന്, പേടിക്കുന്നു, യഖ്ശൗന, യുഅ്മിനൂനൻ്റെ അർത്ഥം യഖ്ശൗന എന്ന്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അദൃശ്യകാര്യങ്ങളെ പേടിക്കുന്നവർ എന്നർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇനി വഖാല ഇബ്നു ജരീറും ഗൈറും പറഞ്ഞു, വൽ ഔല അൻ യകൂന മൗസൂഫൂന ബിൽ ഈമാൻ ബിൽ ഗൈബി ഖൗലൻ വഇഅ്തിഖാദൻ വഅമലൻ, ഏറ്റവും നല്ലത് അയ്യക്കൂനു, അവരാകലാണ്, മൗസൂഫീന ബിൽ ഈമാൻ ബിൽ ഗൈബി, ഗൈബ് കൊണ്ടുള്ള ഈമാൻ കൊണ്ട് വിശേഷണം പറയപ്പെട്ടവരാ, അദൃശ്യകാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കാവുന്നതുകൊണ്ട് വസ്ഫ് പറയപ്പെട്ടതാകൽ, ഖൗലൻ വാക്കിനാലും വാഴ്ത്തിക്കാതും വിശ്വാസത്താലും അമലൻ പ്രവൃത്തിയാലും, ഗൈബ് കൊണ്ടുള്ള വിശ്വസിക്കൽ കൊണ്ട് വസ്ഫ് പറയപ്പെട്ടതാകലാണ് ഏറ്റവും നല്ലത്. കാല അദ്ദേഹം പറഞ്ഞു, വഖദ് തദ്ഖുലുൽ ഖശിയത്തു ലില്ലാഹി ഫീ മാനൽ ഈമാൻ, ചിലപ്പോൾ എന്ത് ചെയ്യും? ഈമാനിൻ്റെ അർത്ഥത്തിൽ അള്ളാഹുവിനെ പേടിക്കൽ പ്രവേശിക്കും. അല്ലദീ ഹുവ തസ്ദീഖുൽ ഖൗലി ബിൽ അമലി, എങ്ങനത്തെ ഈമാനാണ്? ഹുവ തസ്ദീഖുൽ ഖൗലി ബിൽ അമലി, അത് അമൽ കൊണ്ട് ഖൗലിനെ സത്യമാക്കലാണ്. വൽ ഈമാനു കലിമത്തുൻ ജാമിയത്തുൻ ലിൽ ഇഖ്റാർ ബില്ലാഹി വ കുതുബി റുസുലിഹി, ഈമാൻ എന്നത് കലിമത്തുൻ ജാമിയത്തുൻ, അത് ഉൾപ്പെടുത്തുന്ന കലിമത്താണ്, ലിൽ ഇഖ്റാർ, അള്ളാഹുവിനെ അംഗീകരിക്കലിനെയും അവൻ്റെ കിതാബുകളെയും റുസുൽ, അവൻ്റെ മുർസലുകളെയും അംഗീകരിക്കലിനെ ഉൾപ്പെടുത്തുന്ന കലിമത്താണ് ഈമാൻ. തസ്ദീഖുൽ ഇഖ്റാർ ബിൽ ഫീലി, ഇഖ്റാറിനെ വാസ്തവമാക്കൽ ഫീല് കൊണ്ടാണ്, പ്രവൃത്തി കൊണ്ടിട്ടാണ്. ആ അംഗീകാരത്തെ, ആ സമ്മതത്തെ സത്യമാക്കൽ അത് അനുസരിച്ച് പ്രവർത്തിക്കൽ കൊണ്ടാണ്. കുൽത്തു, ഞാൻ പറയുന്നു, അമ്മൽ ഈമാൻ ഫിൽ ലുഗത്തി ഫൈത്തിലക്ക് വല തസ്ദീഖിൽ മഹ്ലി, ലുഗത്ത് ഭാഷാർത്ഥത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഫൈത്തിലക്ക് വല തസ്ദീഖിൽ മഹ്ലി, തനിച്ച വാസ്തവമാക്കലിൻ്റെ മേലാണ് മൊഴിയപ്പെടുക. വഖയുസ്തമലു ഫിൽ ഖുർആനി വൽ മുറാദ് ബിഹി ദാലിക, ഖുർആനിലും ചിലപ്പോൾ അങ്ങനെ ഉപയോഗിക്കപ്പെടാറുണ്ട്. വൽ മുറാദ് ബിഹി ദാലിക, അപ്പോൾ അതുകൊണ്ടുള്ള മുറാദ് ഇതാണ്. കമാകാലത്തിൽ അള്ളാഹ് പറഞ്ഞല്ലോ, യുഅ്മിനു ബില്ലാഹി വ യുഅ്മിനു ലിൽ മുഅ്മിനീന, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു, വ യുഅ്മിനു ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും വിശ്വസിക്കുന്നു, തൗറാത്തിൽ പറഞ്ഞു. വ കമാകാല ഇഖ്വത്ത് യൂസുഫ് ലി അബിഹിം,
യൂസുഫ് നബിയുടെ സഹോദരന്മാർ അവരുടെ പിതാവിനോട് പറഞ്ഞില്ലേ, ഒമാൻ തബിമുനിലന, അങ്ങ് ഞങ്ങളെ വിശ്വസിക്കുന്നില്ല, വലൗകുന്ന സ്വാദിഖീൻ, ഞങ്ങൾ സത്യവാൻ പറയുന്നവരാണെങ്കിലും. അപ്പോൾ അവിടെ എന്തിട്ടുണ്ട്, ഖുർആൻ ചിലപ്പോൾ എന്ത് ചെയ്യും, വാസ്തവമാക്കുക, സത്യമാക്കുക എന്ന അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കദാലിക്ക് ഇപ്രകാരം തന്നെ ഇദസ്തുമില മഖ്റൂനം മാൽ അമാലി, അമലിൻ്റെ കൂടെ യോജിപ്പിച്ച് വന്നാലും ഇപ്രകാരം തന്നെയാണ്. കൗലിഹി, അള്ളാഹിൻ്റെ കൗല് പോലെ, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരൊഴികെ. അവിടെ ആമനു എന്ന് പറഞ്ഞാൽ തനിച്ച വിശ്വാസം മാത്രമാണ് അല്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞ ഈമാൻ എന്നുള്ളത് ഇഖ്റാറിനെയും അള്ളാഹുവിൻ്റെ കിതാബ് റസൂലുകൾ അള്ളാഹുവിനെ അംഗീകരിക്കുക, അതിനെ പ്രവൃത്തി കൊണ്ട് എന്ത് ചെയ്യുക, ആ പ്രവൃത്തി കൊണ്ട് അംഗീകാരത്തെ വാസ്തവമാക്കലിനേക്ക് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിലും തനിച്ച വിശ്വാസത്തിൻ്റെ മേൽ മാത്രം വന്നതാണ് ഈ പറഞ്ഞേട്ടോ. ഇനി വാമ്മ ഇദസ്തോമില മുത്തലക്കൻ, അത് നിരുപാധി ഉപയോഗിക്കപ്പെട്ട, അത് തനിച്ച് ഉപയോഗിക്കുകയാണെങ്കിലോ ഫൽ ഈമാനു ശറഇയ്യു, അപ്പോൾ ശറഇയായ ഈമാൻ അൽ മത്ലൂബ ഈമാനാകുന്നത് ശറഇയായി തേടപ്പെട്ട ഈമാൻ ലാ യകൂനു, അത് ആകുകയില്ല, ഇല്ല ഇത്തിഖാദം വ ഖൗലം വ അമലൻ, വിശ്വാസത്തിനാലും വാക്കിനാലും പ്രവൃത്തിയാലും ഉള്ളതല്ലാതെ ആകൂല. അപ്പോൾ ആ സമയത്ത് അതെന്താകും, ഈ മൂന്നിനെ ഉൾപ്പെടുത്തുന്നുണ്ട്. അല്ലാത്ത നിലക്കാകുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ തനിച്ച വിശ്വാസത്തിൻ്റെ മേൽ മാത്രം പറയും എന്നൊക്കെയാണ് ഈ പറഞ്ഞത്. വഹാദ ദഹബയിലെ അക്സറുൽ അയിമ, ഇതാണ് അധിക പണ്ഡിതന്മാരും ഇമാമിങ്ങളും ഇതിലേക്കാണ് പോയത്. ബൽ ഖദ് ഹക്കാവു ഷാഫി അഹ്മദ് ബിൻ ഹംബൽ വാബൂ ബൈദ വഗൈർ വാഹിദിൻ ഇജ്മാൻ, എന്നല്ല ഷാഫി ഇമാമും അഹമ്മദ് ബിൻ ഹംബലും അബൂബൈദും ഒന്നല്ലാത്ത ആളുകളും ഒന്നിലധികം ആളുകളെല്ലാം ഹിക്കായത്ത് ഇജ്മായിനെ ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ അഭിപ്രായത്തിന് എന്താണ്, അന്നല്ല ഈമാന ഖൗലം വാമലും യസീദു എൻകുസു, ഈമാൻ എന്നുള്ളത് ഖൗലും അമലും ഇജ്മായിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹിക്കായത്ത് ചെയ്തു. എന്ത് വിഷയത്തിൽ, ബൽ എന്നല്ല ഖദ് ഹക്കാവു ഷാഫി അഹ്മദ് ബിൻ ഹംബൽ അബൂബൈദ് വഗൈർ വാഹിദിൻ ഇജ്മാൻ അന്നൽ അഅ്മാല ഖൗലൻ വ അമലം യസീദു എൻകുസു, ഈമാൻ എന്നുള്ളത് പ്രവൃത്തിയും വാക്കും പ്രവൃത്തിയാണ്, അത് വർദ്ധിക്കുകയും ചുരുങ്ങുകയും ചെയ്യും. വഖദ് വറദ ഫീഹി ആസാറും കസീറത്തൻ വഹാദീസുൻ, വഖദ് വറദ ഫി, അതിൽ വന്നിട്ടുണ്ട് ആസാറും കസീർ, അധിക അസറുകളും ഹദീസുകളും വന്നിട്ടുണ്ട്. ഔറദിനൽ കലാമ ഫിഹാ ഫി അവലി ഷറയിൽ ബുഖാരി, നാം അതിലുള്ള സംസാരത്തെ കൊണ്ടുകൊണ്ടിട്ടുണ്ട് ഷറുൽ ബുഖാരിനെ ഷറയിൻ്റെ ആദ്യത്തിൽ. വലില്ലാഹിൽ ഹംദു വൽ മിന്ന, അള്ളാഹുവിനാണ് സർവസ്തുതി. ഇവിടെ പറഞ്ഞ ഹാദാ ദഹബ ഇലൈഹി അക്സറുൽ അയിമ്മ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ബൽ ഖദ് ഹക്കാവു ഷാഫി വ അഹ്മദ് വ അബൂബൈദ് വഗൈർ വാഹിദിൻ ഇജ്മാൻ. അത് അവിടെ വേറെ വിഷയമാണ്. അപ്പോൾ ഇത് അങ്ങോട്ടേ മടക്കണം അല്ലേ, ഹക്കാഹു. ഈ പറഞ്ഞ അഭിപ്രായത്തെ ഹിക്കായത്ത് ചെയ്തു ഷാഫി ഇമാമും അഹമ്മദ് ഇമാമും അബൂബൈദും ഒരു വാഹിദ് ഇജ്മായിനെ ഹിക്കായത്ത് ചെയ്തു. അപ്പോൾ രണ്ട് അഭിപ്രായം കിട്ടി അവിടുന്ന്. ഈമാൻ എന്നുള്ളത് ഖൗലാണ് അമലാണ്, അത് ചുരുങ്ങിയ കൂടെയൊക്കെ ചെയ്യുക എന്നും പറഞ്ഞു. വാമീൻഹും, അവരിൽപ്പെട്ടവരാണ് മൻ ഫസ്സറഹു ബിൽ ഖശിയത്തി, ഈമാനിനെ ഖശിയത്ത് പേടി കൊണ്ട് വ്യാഖ്യാനിച്ചു. ഇത് ഖൗലിഹി, അള്ളാഹിൻ്റെ ഖൗലിനോട്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി എന്ന്. അവിടെ ഈമാന ബിൽ ഗൈബി എന്ന് പറഞ്ഞു, യുഅ്മിനൂന ബിൽ ഗൈബിൻ്റെ അർത്ഥം ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി എന്ന്, അദൃശ്യത്തിൽ അള്ളാഹിനെ പേടിക്കുന്നവർ എന്നാണ് എന്നർത്ഥം വെച്ചിട്ടുണ്ട്. വ ഖൗലിഹി, അള്ളാഹിൻ്റെ ഖൗല് കൊണ്ട് തെളിവ് പിടിച്ചു. എന്താണ്, മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്, അള്ളാഹുവിനെ പേടിക്കുന്നവർ, ഗൈബ് അദൃശ്യതയിൽ അള്ളാഹിനെ പേടിക്കുന്നവർ, അതുകൊണ്ട് വജാഅ ബിഖൽബിൻ മുനീബ്, ഖേദിക്കുന്ന ഹൃദയം കൊണ്ടുവരുന്നവൻ. അപ്പോൾ വൽ ഖശിയത്തു വൽ ഖുലാസത്തുൽ ഈമാനി വൽ ഇൽമി, പേടി എന്നുള്ളത് വിശ്വാസത്തിൻ്റെയും അറിവിൻ്റെയും എന്താണ് രത്നചുരുക്കമാണ്, ഖുലാസയാണ്. കമാക്കാലത്ത് അള്ള പറഞ്ഞല്ലോ, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിൽ ഉലമ, തീർച്ചയായും അള്ളാഹിനെ പേടിക്കുന്നു അവൻ്റെ അടിമകൾ എന്നാൽ ഉലമാവ് പണ്ഡിതന്മാർ. അപ്പോൾ ആ നിലക്ക് പേടി എന്ന അർത്ഥത്തിന് പറഞ്ഞിട്ടുണ്ട്.
ഇനി വമ്മൽ ഗൈബു അൽ മുറാദു ഹൗന ഖദ് ഇഖ്തലഫ ഇബാറാത്തു സലഫി. വമ്മൽ ഗൈബ് ഞാൻ പറഞ്ഞല്ലോ, യുഅ്മിനൂന ബിൽ ഗൈബി അദൃശ്യകാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗൈബ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അതുകൊണ്ടുള്ള ഇവിടുത്തെ ഉദ്ദേശം ഫഖദ് ഇഖ്തലഫത്ത് ഇബാറാത്തു സലഫി, മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ അതിലെതിരായിട്ടുണ്ട്. വ കുല്ലുഹ സഹിഹത്തുൻ, അതെല്ലാം സഹിഹാണ്. കാരണം എന്താ? തർജു ഇല അന്നൽ ജമിയ മുറാദൻ, എല്ലാം മുഴുവനും ഉദ്ദേശിക്കപ്പെടുന്നതിലേക്ക് മടങ്ങാം. എല്ലാം അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ പലതും ഉണ്ട്, എല്ലാം ഉദ്ദേശമാണെന്ന് വെച്ചാൽ മതി. വഖാല അബൂ ജഅഫർ റാസി പറഞ്ഞു, അൻ റബീഉൻ അൻസിനെ തൊട്ട് നബീൽ ആലിയെ തൊട്ട് ഫി ഖൗലിഹി യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യത കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അർത്ഥം പറഞ്ഞു. ഖാല, അദ്ദേഹം പറഞ്ഞു, യുഅ്മിനൂന ബില്ലാഹി വ മലായികതി വ കുതുബി വ റുസുലി വൽ യൗമിൽ ആഖിരീൻ. ആ നിലക്കാണ് കേട്ടോ, അദൃശ്യകാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കാമെന്നാണ്. അതായത് അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കും, മലക്കുകളെ കൊണ്ട്, കിതാബുകളെ കൊണ്ട്, മുർസലിങ്ങളെ കൊണ്ട്, അന്ത്യദിനത്തെ കൊണ്ട് വിശ്വസിക്കാമെന്നാണ്. അപ്പോൾ വിശ്വാസം ഈമാൻകാരി എത്രയായി? അള്ളാഹുൽ, മലക്ക്, കിതാബ്, മുർസലിങ്ങൾ, യൗമുൽ ആഖിർ, 5 കാര്യങ്ങളോട് പറഞ്ഞു. അതുപോലെ തന്നെ ജന്നത്തി വ നാരി വ ലിഖായി, സ്വർഗം കൊണ്ടും നരകം കൊണ്ടും അള്ളാഹിനെ കാണുക എന്നതുകൊണ്ടും. വയുഅ്മിനൂന ബി ഹയാ, അതുപോലെ തന്നെ അവർ വിശ്വസിക്കും ബിൽ ഹയാത്തി ബാദൽ മൗത്തി വ ബിൽ ബാഅസി, മരണശേഷം ജീവിതം ഉണ്ടെന്നുകൊണ്ടും പുനർജന്മം കൊണ്ടിട്ടൊക്കെ വിശ്വസിക്കുക. ഫാദാ ഗൈബൻ കുല്ലു, ഇത് മുഴുവനും ഗൈബാണല്ലോ. അപ്പോൾ അദൃശ്യ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കുക എന്ന അർത്ഥം ഇങ്ങനെ പറഞ്ഞു. വഖദ ഖാല ഖതാദ വബനു ഖതാത്തുബനു ദിമാഅത്ത് പ്രകാരം പറഞ്ഞു. വഖാല സുദ്ദി പറഞ്ഞു, അൻ അബി മാലിക്കിനെ തൊട്ട്, അൻ അബി സാലിനെ തൊട്ട്, അൻ ഇബ്നു അബ്ബാസിനെ തൊട്ട്, വാൻ മുറത്തുൽ ഹമദാനിയെ തൊട്ട്, അദ്ദേഹം അൻ ഇബ്നു മസൂദിനെ തൊട്ട്, വാൻ അദ്ദേഹം അൻ നാസിം ബിൻ അസ്ഹാബി നബി, നബിയുടെ അസ്ഹാബുകൾപ്പെട്ട ചില ആളുകളെ തൊട്ട്. എന്താണ്? അമ്മൽ ഗൈബു, ഗൈബ് എന്ന് പറഞ്ഞാൽ ഫമാ ഗാബ അനിൽ ഇബാദ് മിൻ അംരിൽ ജന്ന വ അംരിൻ നാരി വ മാ ദുകിറ ഫിൽ ഖുർആനിന്ന്. ഗൈബ് എന്ന് വെച്ചാൽ മാ ഗാബ അനിൽ ഇബാദി, അടിമകളെ തൊട്ട് മറഞ്ഞതാണ്. അത് സ്വർഗത്തിൻ്റെ കാര്യങ്ങളാലും നരക കാര്യങ്ങളാലും, അതുപോലെ തന്നെ വമാ ദുകിറ ഫിൽ ഖുർആനിൽ പറയപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്കാണ് ഗൈബ് എന്ന് പറയാറ്. വഖാല മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് പറഞ്ഞു, അദ്ദേഹം മുഹമ്മദ് ബിൻ അബിയ മുഹമ്മദിനെ തൊട്ട്, അദ്ദേഹം അൻ ഇക്രിമയെ തൊട്ട്, അദ്ദേഹം അൻ സയ്യിദ് ബിൻ ജുബൈറിനെ തൊട്ട്, അദ്ദേഹം ഇബ്നു അബ്ബാസിനെ തൊട്ട്. എന്താണ് ബിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ? ഖാല ബിമാ ജാഅ മിൻഹു യഅനി മിനല്ലാഹി തആല, അള്ളാഹുവിൽ നിന്ന് വന്നതെന്നാണ്. അള്ളാഹുവിൽ നിന്ന് വന്ന കാര്യങ്ങൾ എന്ന് അവിടെ ഗൈബ് കൊണ്ട് ഉദ്ദേശം. വഖാല സുഫിയാൻ സൗരി പറഞ്ഞു, നാസിമിനെ തൊട്ട്, അദ്ദേഹം അൻ സിറിനെ തൊട്ട്, അദ്ദേഹം ഖാല പറയാണ് അൽ ഗൈബ് അൽ ഖുർആനാണ്. ഗൈബ് എന്ന് വെച്ചാൽ ഖുർആൻ എന്ന അർത്ഥത്തിനാണ്, ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നവർ. വഖാല അത്താബിന് അബി റബാഹ് പറഞ്ഞു, മൻ ആമന ബില്ലാഹി ഫഖദ് ആമന ബിൽ ഗൈബിന്ന്. അത്തായിബിന് അബി റബാഹ് പറഞ്ഞത്, മൻ ആമന ബില്ല, അള്ളാഹുൽ വിശ്വസിക്കുന്നവൻ, ഫഖദ് ആമന ബിൽ ഗൈബി, അവൻ തീർച്ചയായും അദൃശ്യത്തിൽ വിശ്വസിച്ചു. വഖാല ഇസ്മായിൽ ബിൻ അബി ഖാലിദ് പറഞ്ഞു, യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് വെച്ചാൽ ഖാല ബി ഗൈബിൽ ഇസ്ലാം, ഇസ്ലാം എന്ന ഗൈബ് കൊണ്ട്, അപ്പോൾ ഇസ്ലാം കൊണ്ട് വിശ്വസിക്കുന്നവർ. വഖാല സയ്യിദ് ബിൻ അസ്ലം പറഞ്ഞു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്ന് ഖാല ബിൽ ഖദരി എന്ന്, ഖദർ കൊണ്ട് വിശ്വസിക്കുക, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും, അതവിടെ ഗൈബ് കൊണ്ട് ഉദ്ദേശം. അപ്പോൾ കുല്ലു ഹാദിഹി, അപ്പോൾ ഈ പറഞ്ഞ മുഴുവനും മുഖ്തഖാരിബത്തുൻ ഫി മാനം വാഹിദിൻ, ആ ഒറ്റ മാനയിൽ അടുത്തതാണ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഒറ്റ മാനയിലായിട്ട് അടുത്ത കാര്യങ്ങളാണ്. കാരണം ലിഅന്ന ജമിഅ ഹാദിൽ മദ്കൂറാത്തി മിനൽ ഗൈബി അല്ലദീ യജിബുൽ ഈമാൻ ബിഹി, കാരണം ഈ പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഗൈബിൽപ്പെട്ടതാണ്, അതുകൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമായ ഗൈബിൽപ്പെട്ടതാണ് എന്ന് പറയാം. വഖാല സഈദ് ബിൻ മൻസൂർ പറഞ്ഞു, ഹദസന അബൂ മുആവിയ അനിൽ അഅ്മശ് ഇമാറത്ത് ബിൻ ഉമൈരിൻ അൻ അബ്ദുറഹ്മാൻ ബിൻ യസീദിൻ ഖാല, അബ്ദുറഹ്മാൻ യസീദ് പറയാണ്, കുന്ന ഇന്ദ അബ്ദുല്ലാഹി ബിൻ മസൂദ്, ഞങ്ങൾ അബ്ദുല്ലാഹിൻ്റെ മസൂദിൻ്റെ അടുക്കലായിരുന്നു, ജുലൂസൻ ഇരിക്കുന്നവരായിരുന്നു. ഫദക്കർന, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അസ്ഹാബ നബി, നബിതങ്ങളുടെ സഹാബികളെപ്പറ്റി, വമാ സബഖൂന ബിഹി, അവർ മുൻകടന്ന ഒന്നുകൊണ്ടും, ഒമാ ഒന്നിനെയും, ആ ഒന്നുകൊണ്ട് അവർ മുൻകടന്നു, അതിനെപ്പറ്റി പറഞ്ഞു. കാലപദ്യം പറയും. ഫഖാല അബ്ദുള്ള, അപ്പോൾ അബ്ദുള്ള പറഞ്ഞു, ഇന്ന അമ്ര മുഹമ്മദിൻ കാന ബയ്യിനം ലിമൻ റആഹു, മുഹമ്മദ് നബിയുടെ കാര്യം അദ്ദേഹത്തെ കാണുന്നവർക്ക് വ്യക്തമായിരുന്നു. വല്ലദീ ലാ ഇലാഹ ഗൈറുഹു, അള്ളാഹുവിനെ തന്നെ സത്യം, മാമന അഹദുൻ ഖത്തു ഈമാനൻ അഫ്ളല മിൻ ഈമാനിൻ ബിഗൈബിൻ, ഒരാളും തീരെ തന്നെ വിശ്വസിച്ചിട്ടില്ല, ഗൈബ് കൊണ്ടുള്ള ഈമാനേക്കാൾ ശ്രേഷ്ഠമായിട്ട് വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ അദൃശ്യകാര്യങ്ങൾ കൊണ്ടുള്ള വിശ്വാസമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. സുമ്മ ഖറഅ, പിന്നെ അദ്ദേഹം ഓതി, അലിഫ് ലാം മീം
ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി ലാ ഖൗല അൽ മുഫ്ലിഹൂൻ വരെ അൽ ബഖറ 5 ആയത്ത് വരെ ഓതി. വഹാദ റവാഹ് ഇബ്നു അബി ഹാത്തം വഹാക്കദ റവാഹ് ഇബ്നു അബി ഹാത്തം ഇപ്രകാരം ഇബ്നു അബി ഹാത്തം റിവായത്ത് ചെയ്തു. വബ്നു മർവദഹി റിവായത്ത് ചെയ്തു. വൽ ഹാക്കിം മുസ്തദ്രക്ക് റിവായത്ത് ചെയ്തു. മിൻ തുർഖിൻ പല വഴികളിലൂടെ അനിൽ ആമശനെ തൊട്ട് ബിഹി. വഖാല ഹാക്കിം പറയും സഹീഹുൻ അൻ ഷർത്തി ശൈഖൈനി വലം യുഖരിജാവു. ഈ ഹദീസ് സഹീഹാണ്, ശൈഖൈനിൻ്റെ ഷർത്ത് പ്രകാരം, ബുഖാരി മുസ്ലിമിൻ്റെ ഷർത്ത് പ്രകാരം സഹീഹാണ്. വലം യുഖരി, പക്ഷെ അവരതിനെ ഹദീസിൽ കൊണ്ടുവന്നിട്ടില്ല, അവർ കിതാബിൽ കൊണ്ടുവന്നിട്ടില്ല. വഫീ മാന ഹാദൽ ഹദീസ്, ഈ ഹദീസിൻ്റെ മാനയിലാണ് അല്ലദീ റവാഹു ഇമാം അഹ്മദ് റിവായത്ത് ചെയ്തത്. എന്താണ്? ഹദ്ദസന അബൂ മുഗീറ ഹദ്ദസന അബുൽ മുഗീറ അഖ്ബറന അൽ ഔസായി ഹദ്ദസനി ഉസൈദ് ബിൻ അബ്ദുറഹ്മാൻ അൻ ഖാലിദ് ബിൻ ദുറൈക്കിൻ അൻ ഇബ്നു മുഹൈരിസിൻ ഖാല ഖുൽതു ലി അബിൽ ജുമ, ഞാൻ അബുൽ ജുമയോട് ചോദിച്ചു, ഹദ്ദസന ഹദീസൻ സമീഅതഹു മിൻ റസൂലില്ലാ ഖാലന, അങ്ങ് ഞങ്ങൾക്ക് ഹദീസ് പറയുക, അങ്ങ് നബിയിൽ നിന്ന് കേട്ട ഹദീസിന് ഞങ്ങൾക്ക് ഹദീസ് പറയാം. ഖാല അത് പറഞ്ഞു, ഞാൻ അതെ. ഹദീസുക ഹദീസൻ ചെയ്യുക, ഞാൻ നിനക്കൊരു പുതിയ ഹദീസ് പറഞ്ഞുതരാം. തഗദ്ദൈന മാ റസൂലില്ലാ, ഞങ്ങൾ റസൂലിൻ്റെ കൂടെ പോയി, രാവിലെ പോയി. വമഅന, ഞങ്ങളുടെ കൂടെ അബുൽ ഉബൈദ് ബിൻ ജറാഹ് ഉണ്ട്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറയാം, യാ റസൂലല്ലാഹ്, റസൂലെ. അബൂ ഉബൈദ് ബിൻ ജറാഹ് ചോദിച്ചു, അല്ലാഹ് അല്ലഹദുൻ ഖൈറു മിന്നാ, നമ്മേക്കാൾ ശ്രേഷ്ഠരുണ്ടോ? അസ്ലംനാ മാക്ക വജാഹദ്നാ മാക്ക, ഞങ്ങൾ അങ്ങയുടെ കൂടെ വിശ്വസിച്ചു, ഞങ്ങൾ അങ്ങയോടൊപ്പം മുസ്ലിങ്ങളായി, ഞങ്ങൾ അങ്ങയുടെ കൂടെ ജിഹാദ് ചെയ്തു. കാല പറഞ്ഞു, ഞാൻ അതേ. ഖൗമൻ മിൻ ബാദിക്കും യുഅ്മിനൂന ബി വലം യറൗനീന്ന്, നിങ്ങൾക്ക് ശേഷമുള്ളൊരു ജനതയുണ്ട്, അവർ എന്നെക്കൊണ്ട് വിശ്വസിച്ചു, വലം യറൗൻ, അവർ എന്നെ കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട് എന്ന്. ത്വരീഖുൻ ഉഖ്റ, ഇനി മറ്റൊരു മാർഗത്തിലൂടെ വന്നു. കാല അബൂബക്കർ ബിൻ മർദബദ് ഫി തഫ്സീർ, അദ്ദേഹം തഫ്സീറിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹദ്ദസന അബ്ദുല്ലാഹി ബിൻ ജഅഫർ പറഞ്ഞു, ഹദ്ദസന ഇസ്മായിൽ ബിൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് പറഞ്ഞു, ഹദ്ദസന അബ്ദുല്ലാഹി ബിൻ സാലിഹ് ഹദ്ദസന മുആവിയ ബിൻ സാലിഹ് അൻ സാലിഹ് ബിൻ ജുബൈറിൻ ഖാല ഖദിമ അലൈന അബുൽ ജുമാ, ഞങ്ങളുടെ മേൽ അബുൽ ജുമാ മുന്നിട്ടു. അൻസ്വാരിയായ അബുൽ ജുമാ എന്ന സഹാബി സാഹിബ് റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാഹിബായിരുന്നു. ബൈത്തുൽ മഖ്ദസിലുള്ള നബിയുടെ സാഹിബായിരുന്ന അബൂ ജുമാഅത്തുൽ അൻസാരി ഞങ്ങളുടെ മേൽ മുന്നിട്ടു. ലിയുസല്ലിയ ഫീഹി, അദ്ദേഹം അവിടെ നിസ്കരിക്കാൻ വേണ്ടി. അപ്പം ബൈത്തുൽ മുഖദ്ദസിൽ മുന്നിട്ടൊന്നാകാം, അല്ലെങ്കിൽ റസൂലിൻ്റെ സാഹിബായ അബുൽ ജുമാ മുന്നിട്ടു ബൈത്തുൽ മുഖദ്ദസിൽ. ലിയുസല്ലിയ ഫീഹി, അതിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. വമാന യൗമൈദിൻ റജാ ഉബ്നു ഹൈവ, ഞങ്ങളുടെ കൂടെ, അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്, ഞങ്ങളുടെ കൂടെയുണ്ട് അന്നേ ദിവസം റജാ ഇബ്നു ഹൈവ എന്ന സഹാബി എന്ന വ്യക്തിയുണ്ട്. ഫലമൻ സറഫ, അദ്ദേഹം തിരിഞ്ഞപ്പോൾ ഖറജ്ന നുശയ്യഹു, ഞങ്ങൾ പുറപ്പെട്ടു അദ്ദേഹത്തിന് എന്താണ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഫലമ്മ അറാദൽ ഇൻസിറാഫ, അദ്ദേഹം തിരിഞ്ഞു പോകാൻ ഉദ്ദേശിച്ചപ്പോൾ കാല അദ്ദേഹം പറഞ്ഞു, ഇന്നലക്കും ജായിസത്തൻ വഹഖ, നിങ്ങൾക്കുണ്ട് ജായിസത്തുണ്ട്, പ്രതിഫലമുണ്ട്. ഉഹദ്ദിസുക്കും ബി ഹദീസിൻ, നിങ്ങളോട് എനിക്കൊരു അവകാശമുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞുതരാം. സമീഅതു മിൻ റസൂലുള്ളാഹിൽ നിന്ന് കേട്ടൊരു ഹദീസ്. ഖുൽന, ഞങ്ങൾ പറഞ്ഞു, ഹാത്തി, അങ്ങത് പറഞ്ഞു തരിക. റഹിമക്കല്ലാഹു, അങ്ങക്ക് അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ. ഖാല, അദ്ദേഹം പറഞ്ഞു, കുന്നാ മാ റസൂലില്ലാഹി, ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെയായിരുന്നു. മാന മുആദ് ബിൻ ജബൽ, ഞങ്ങളുടെ കൂടെ മുആദ് ബിൻ ജബലും ഉണ്ട്. ആശറുൽ അശറയാണല്ലോ, 10-ൽ 10-ാമനാണ്, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10-ൽ ഒരാളാണല്ലോ മുആദ് ബിൻ ജബൽ, അദ്ദേഹമുണ്ട്. ഫഖുൽ, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഹൽ മിൻ ഖൗമിൻ അഅ്ളമു അജ്റൻ മിന്നാ, ഞങ്ങളെക്കാൾ കൂലി കൂടിയ, പ്രതിഫലം കൂടിയ ആളുകളുണ്ടോയെന്ന്. ആമന്നാ ബിക വത്തബഅനാക, ഞങ്ങൾ അങ്ങയുടെ കൂടെ വിശ്വസിച്ചല്ലോ, ഞങ്ങൾ അങ്ങയെ പിൻപറ്റിയല്ലോ. ഖാല, നബി പറഞ്ഞു, മാ യംനഉക്കും മിൻ ദാലിക, അതിൽ നിന്ന് നിങ്ങളെ തടയുന്ന വസ്തു എന്താണ്? റസൂലുള്ളാഹി ബൈന അളുഹുരിക്കും, നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങളുടെ റസൂലുണ്ടല്ലോ. യഅ്തീകും ബിൽ വഹയി മിനസ് സമായി, അദ്ദേഹം നിങ്ങൾക്ക് ആകാശത്തു നിന്ന് വഹയി കൊണ്ടുവരുന്ന റസൂൽ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളെ അതിൽ നിന്ന് തടയുന്നത് എന്താണ്? ബൽ ഖൗമൻ മിൻ ബാദിക്കും, നിങ്ങൾക്ക് ശേഷം ഒരു ജനതയുണ്ട്. യഅ്തീഹിം, അവർക്ക് കിതാബും ബൈന ലൗഹൈനി, അവർക്ക് 2 പലകയിലായിട്ട് കിതാബ് ചെല്ലും. അബയുഅ്മിനൂന ബി, അവർ അതുകൊണ്ട് വിശ്വസിക്കും. വയഅമലൂന ബിമാ ഫി, അതിലുള്ളത് കൊണ്ട് പ്രവർത്തിക്കും.
ഉലായിക്ക ആലമു മിൻകും അജ്റ മറത്തൈനി, അവരാണ് നിങ്ങളെക്കാൾ കൂലി കൂടിയ ആളുകൾ, 2 പ്രാവശ്യം കൂലി കൂടിയവർ. കാരണം അവർക്ക് കിതാബ് ഖുർആൻ മാത്രമേ കിട്ടുന്നുള്ളൂ, അവർ അത് വായിച്ച് അവർ വിശ്വസിക്കുന്നു, അപ്പോൾ അവരാണ് കൂടുതൽ കൂലി ഉള്ളവർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈ ഭാഗത്തിലൂടെയാണ്. അല്ലെങ്കിൽ ഈ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠർ നബിയുടെ സഹാബികൾ തന്നെയാണല്ലോ. അപ്പോൾ ഈ ഗൈബ് കൊണ്ടുള്ള വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ ശ്രേഷ്ഠർ വരാൻ പോകുന്ന നബിയെ കാണാത്ത നബിയെ കൊണ്ട് വിശ്വസിച്ചു, അതായത് ഖുർആൻ പഠിച്ച് വിശ്വസിച്ചവരാണ് എന്നാണ് പറഞ്ഞത്. സുമർ റവാഹുമിൻ ഹദീസ് ലംറത്ത് ബിൻ റബിയ, പിന്നെ ലംറത്ത് ബിൻ റബിയൻ്റെ ഹദീസിന് ഇതിന് റിവായത്ത് താൻ മസ്റൂഖ് ബിൻ നാഫിനെ തൊട്ട്, താൻ സാലിബിൻ ഹുബൈജുബിനെ താൻ അബീജുബിനെ തൊട്ട് ബിനഹവി. വഹാദൽ ഹദീസ് ഫീ ദലാലത്തുൻ അലൽ അമലി ബിൽ വിജാദത്തില്ലത്തി ഇഖ്തലഫ ഫീഹാ അഹ്ലുൽ ഹദീസ്. ഈ ഹദീസാകുന്ന ഫീ അതിൽ ദലാലത്തുൻ തെളിവുണ്ട്, അലൽ അമലി അമൽ ചെയ്യാമെന്ന്, ബിൽ വിജാദത്തില്ലത്തി ഇഖ്തലഫ ബിൽ വിജാദ കൊണ്ടിട്ട് അമൽ ചെയ്യാം. അല്ലത്തി എങ്ങനത്തെ തെളിവാണ്? ഇഖ്തലഫ ഫീഹാ അഹ്ലുൽ ഹദീസ്, അഹ്ലുൽ ഹദീസ് ഇതിലെതിരാണ് കേട്ടോ. കമാ കറർത്തുഹു, ഞാനതിനെ സമർത്ഥിച്ചിട്ടുണ്ട് ഫി അവലി ഷറൽ ബുഖാരി, ഷറൽ ബുഖാറിൻ്റെ ആദ്യം. കാരണം ലി അന്നഹു മദഹു മലാദാലിക്ക, കാരണം നബിതങ്ങൾ അവരെ ഇത് പ്രകാരം മദ്ഹ് ചെയ്തല്ലോ. വദക്കറ, നബി പറഞ്ഞല്ലോ, അന്നഹു അഅ്ലമു അജ്റമിൻ ആദിൽ ഹൈസിയത്തി ലാ മുത്ലഖൻ, ഈ ഭാഗത്തിലൂടെ അവർക്കാണ് കൂലി കൂടുതൽ, ലാം നിരുപാധികമല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ. അപ്പോൾ ഈ ഭാഗത്തിലൂടെ കൂലി അവർക്കുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിവിടെ വിജാത കൊണ്ടിട്ട് അമൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നോക്കാം അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ വിജാത എന്ന് വെച്ചാൽ എന്താ? ഇതിൻ്റെ ലഫ്ളൻ ബി ലഫ്ളൻ ബി ലഫ്ളൻ ലഫ്ളൻ ബി ലഫ്ളൻ, അർത്ഥം പറയുക, അർത്ഥവും ആശയവും പറയുക. വഹാദൽ ഹദീസു ഫിഹി ദലാലത്തുൻ അലൽ അമലി ബിൽ വിജാദത്തില്ലത്തി, വിജാദ അല്ലത്തി ഇഖ്തലഫ ഫിഹാ അഹ്ലുൽ ഹദീസ്, അഹ്ലുൽ ഹദീസ് എതിരായിട്ടുള്ള വിജാദത്ത് കൊണ്ടുള്ള അമലിൻ്റെ മേൽ ഇതിൽ തെളിവുണ്ട്. വിജാദ കൊണ്ട് അമൽ ചെയ്യാം, അതായത് നമ്മളിപ്പോൾ വേറൊരാളുടെ നിന്ന് കേട്ടല്ല, മറ്റ് കിതാബുകളിൽ നിന്ന് നമുക്ക് കിട്ടിയത് കൊണ്ടിട്ട് അമൽ ചെയ്യാമെന്ന് തെളിവുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അഹ്ലുൽ ഹദീസിൻ്റെ ആൾക്കാർ അതിലെതിരുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്നുകൂടി പറയാം. തീർച്ചയായും താങ്കൾ നൽകിയ അറബി വാചകത്തിൻ്റെ പ്രധാന അർത്ഥം ലഫ്ളം ബി ലഫ്ളം ആശയം താഴെ നൽകുന്നു. ഇമാം ഇബ്നു കസീർ അള്ളാഹു തഫ്സീർ രേഖപ്പെടുത്തിയ ഒരു വാചകമാണ്. ഹദീസ് നിദാനശാസ്ത്രത്തിലെ പ്രധാനമായ ഒരു വിജാത, ഒരു വിഷയമായ വിജാതയെക്കുറിച്ചാണ് ഇതിൽ പരാമർശിക്കുന്നത്. പ്രധാനപദ അർത്ഥം വഹാദൽ ഹദീസ്, ഈ ഹദീസ് ഫി അതിലുണ്ട്, തെളിവുണ്ട്, അലൽ അമലി പ്രവർത്തിക്കാമെന്ന്, ബിൽ വിജാത പ്രകാരം, അല്ലത്തി എങ്ങനത്തെ വിജാതയാണ്? ഇഖ്തലഫി അതിൽ എതിരായിട്ടുണ്ട്, അൽ ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ എതിരായിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ കിട്ടേണ്ടത് അതിൻ്റെ ആശയമാണ്, ആശയ വിശദീകരണം. ഒരു ഹദീസ് പണ്ഡിതനിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിക്കാതെ തന്നെ ഒരു ഗ്രന്ഥം സ്വന്തമായി കണ്ടെത്തി അതിൽ നിന്നും വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന രീതിയാണ് ഹദീസ് നിദാനശാസ്ത്രത്തിൽ വിജാത എന്ന് വിളിക്കുന്നത്. ഈ രീതി അംഗീകരിക്കാമോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആശയം അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഏറ്റവും അത്ഭുതകരമായ വിശ്വാസമുള്ളവർ. കാരണം അവർ എന്നെ കാണാതെ പുസ്തകങ്ങളിലെ വിവരങ്ങൾ, അതായത് ഏടുകളിലെ വിവരങ്ങൾ വെച്ച് എന്നിൽ വിശ്വസിക്കുന്നു എന്ന നബിവചനത്തെക്കുറിച്ചാണ് ഗ്രന്ഥകർത്താവ്, അതായത് ഇമാം ഇബ്നു കസീർ ഇവിടെ വിശദീകരിക്കുന്നത്. ഈ വാചകത്തിൻ്റെ പൂർണ്ണമായ ആശയം ഇപ്രകാരമാണ്. ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമായ വിജാത, അതായത് നേരിട്ട് കേൾക്കാതെ തന്നെ പുസ്തകങ്ങളിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിക്കുന്നത് പ്രകാരം പ്രവർത്തിക്കാം എന്നതിനുള്ള കൃത്യമായ തെളിവ് ഈ ഹദീസിലുണ്ടെന്നാണ്. എൻ്റെ ബുഖാരി വ്യാഖ്യാനത്തിൻ്റെ തുടക്കത്തിൽ ഞാനിത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം തന്നെ നേരിട്ട് കാണാതെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വെച്ച് വിശ്വസിച്ചവരെ നബിതങ്ങൾ പ്രശംസിച്ചിട്ടുണ്ട്. മാത്രമല്ല നബിയെ നേരിട്ട് കണ്ട് വിശ്വസിക്കാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബിയത്തിനേക്കാൾ ഈ ഒരു പ്രത്യേക വശം
അതായത് കാണാതെ വിശ്വസിച്ചു എന്നത് പരിഗണിക്കുമ്പോൾ അവർക്ക് കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മഹത്വം എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണമായി സ്വഹാബത്തിനേക്കാൾ അവർ വലിയവരാണ് എന്ന രീതിയിലല്ല, മറിച്ച് ഈ ഒരു പ്രത്യേകത കാര്യത്തിൽ മാത്രമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കത് മനസ്സിലായല്ലേ. ഇനി വക്കദൽ ഹദീസുൽ ആഖറുല്ലദീ റവാഹുൽ ഹസൻ ഇബ്നു, ഇപ്രകാരം തന്നെയാണ് മറ്റൊരു ഹദീസ് ഹസൻ ഇബ്നു അറഫത്തുൽ അബ്ദി റിവായത്ത് ചെയ്ത ഹദീസ്. ഹദ്ദസനാ ഇസ്മായിൽ ഇബ്നു അയ്യാശ് അൽ-ഇംസി അൻ മുഗീറത്ത് ഇബ്നു ഖൈസ് തൈമി അൻ അംർ ഇബ്നു ശുഐബ് അൻ നബി അൻ ജദ്ദിഹി ഖാല റസൂലുള്ളാഹ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യുൽ ഖൽഖി അജബു ഇലൈക്കും ഈമാന. നബി ചോദിക്കണം കേട്ടോ, നിങ്ങൾ ഈമാനിനാൽ നിങ്ങളിലേക്ക് ഏറ്റവും അത്ഭുതകരമായ സൃഷ്ടികൾ ഏതാണ്? ഖാലൂർ പറഞ്ഞാൽ മലായിക്കത്ത്, മലക്കുകളാണെന്ന് പറഞ്ഞു. ഖാല, നബി ചോദിച്ചു, വമാ ലഹും ലാ യുഅ്മിനൂന വഹും ഇൻദ റബ്ബിഹിം, അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ എന്താ തടസ്സം? അവർ അള്ളാഹിൻ്റെ അടുക്കൽ ഉള്ളവരല്ലേ? ഖാലൂർ പറഞ്ഞു ഫന്നബീൻ, അപ്പം നബിമാരാണെന്ന് അവർ പറഞ്ഞു. ഖാല, നബി പറഞ്ഞു, വമാ ലഹും ലാ യുഅ്മിനൂന വൽ വഹ്യു യൻസിലു അലൈഹിം, അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ എന്താ തടസ്സം? വഹി അവരുടെ മേൽ ഇറങ്ങുന്നുണ്ടല്ലോ, പിന്നെ അവർക്ക് എന്താ വിശ്വസിക്കാതിരിക്കാൻ തടസ്സം? ഖാലൂർ പറഞ്ഞു നെഹ്നു, ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങളാണ്. അപ്പോൾ നബി ചോദിച്ചു, ഖാല ഒമാലക്കും, നിങ്ങൾക്കെന്താണ് തടസ്സം? ലാ തുഅ്മിനൂന, നിങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ. വഅന ബൈന അൽഹുരിക്കും, ഞാൻ നിങ്ങൾക്കിടയിലുണ്ടല്ലോ. അപ്പോൾ എന്നെ നിങ്ങൾ കാണുകയല്ലേ, ആ നിലക്ക് നിങ്ങൾക്ക് അദൃശ്യകാര്യത്തിൽ വിശ്വസിക്കാതിരിക്കാൻ തടസ്സം എന്താണ്? അപ്പോൾ ഖാല പറയണം, ഫഖാല റസൂലുള്ളാഹ്, അപ്പോൾ റസൂലുള്ളാഹ് പറഞ്ഞു, അല അറിയണം, ഇന്ന അജബൽ ഖൽഖി ഇലയ്യ ഈമാനിനാൽ എന്നിലേക്ക് സൃഷ്ടികളിൽ ഏറ്റവും അത്ഭുതകരമായവർ ലഖൗമൻ, ഒരു കൗമാണ്, യകൂനൂന മിമ്പാദിക്കും, നിങ്ങൾക്ക് ശേഷം വരുന്ന ജനതയാണ്, യജിദൂന സുഹുഫൻ, അവർ കിതാബുകൾ എത്തിക്കും, ഫിഹാ കിതാബൻ, അതിൽ കിതാബുണ്ടാകുന്ന ഏടുകൾ എത്തിക്കും, യുഅ്മിനൂന ബിമാഫി, അതിലുള്ളത് കൊണ്ട് വിശ്വസിക്കും, അങ്ങനത്തെവരാണ്. ഖാല അബൂ ഹാത്തിം റാസി പറഞ്ഞു, അൽ മുഗീറത്ത് ഇബ്നു ഖൈസ് പറഞ്ഞു, ബസ്രി പറഞ്ഞു മുങ്കറുൽ ഹദീസാണ്. മുഗീറത്ത് ഇബ്നു ഖൈസിൽ ബസ്രിയാകുന്ന മുങ്കറുൽ ഹദീസാണെന്ന് അബൂ ഹാത്തിം റാസി പറഞ്ഞിട്ടുണ്ട്. ഖുൽതു, ഞാൻ പറയുന്നു, വലാകിൻ ഖദ് റവാ അബുൽ യഅല ഫി മുസ്നദിഹി, അബൂ യഅല മുസ്നദിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്. വബ്നു മർവദൈഹി ഫി തഫ്സീരി, ഇബ്നു മർവദൈഹി തഫ്സീറിലും റിവായത്ത്, എന്താ ഹാക്കിം മുസ്തദ്രക്കിലും റിവായത്ത് ചെയ്തു. പിന്നെ ഹദീസ് മുഹമ്മദ് ബിൻ അബി ഹുമൈദ്, മുഹമ്മദ് ബിൻ അബി ഹുമൈദിൻ്റെ ഹദീസിൽ നിന്ന്, ഒഫി ലാഫുൻ, അതിൽ ലാഫുണ്ട്. അദ്ദേഹം അൻ സയ്യിദ് ബിൻ അസ്ലമിനെ തൊട്ട്, അൻ അബിഹി അൻ ഉമറിനെ തൊട്ട്, അദ്ദേഹം നബി തങ്ങളെ തൊട്ട്, ബി മിസ്ലിഹി ഔ നഹി, ഇതുപോലത്തത് കൊണ്ട് റിവായത്ത് ചെയ്തിട്ടുണ്ട്. വഖാല, ഹാക്കിം പറഞ്ഞു, സഹീഹുൽ ഇസ്നാദാണ്. വലം യുഖ്രിജാഹു, അവർ രണ്ടുപേരും ഇതിനെ ഇഖ്റാജ് ചെയ്തിട്ടില്ല, സഹീഹ് ബുഖാരി മുസ്ലിം. വഖദ് റുവിയ നഹു, ഇതുപോലത്തെ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് അനസ് ബിൻ മാലിക്കിനെ തൊട്ട് മർഫുവായിട്ട്. വല്ലാഹു അലം, അള്ളാഹു ആണ് ഏറ്റവും അറിയുന്നത്. അപ്പോൾ നമ്മൾ വിജാത കൊണ്ട് എന്ത് ചെയ്യുക, അമൽ ചെയ്യാമെന്നൊക്കെ നമ്മളിവിടെ പറഞ്ഞത്, അതിൻ്റെ തെളിവുകളാണ് ഇവിടെ പറഞ്ഞത്. വഖാല ഇബ്നു അബി ഹാത്തിം പറഞ്ഞു, ഹദ്ദസന അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് മുസ്നദി, ഹദ്ദസന ഇസ്ഹാഖ് ഇബ്നു ഇദ്രീസ്, അഖ്ബറനി ഇബ്രാഹിം ഇബ്നു ജഅഫർ ഇബ്നു മഹ്മൂദ് ഇബ്നു സലമത്തുൽ അൻസാരി, അഖ്ബറനി ജഅഫർ ഇബ്നു മഹ്മൂദ് അൻ ജദ്ദത്തിഹി തവീലത്ത ബിൻത് അസ്ലം ഖാലത്ത് സല്ലൈതു ളുഹ്റ ബിൽ അസ്റ ഫി മസ്ജിദി ബനി ഹാരിസ, ഞാൻ എന്ത് ചെയ്തു, ളുഹർ നിസ്കരിച്ചു അല്ലെങ്കിൽ അസ്ർ നിസ്കരിച്ചു ബനു ഹാരിസൻ്റെ മസ്ജിദിൽ. അപ്പോൾ അതാണ് അല്ലേ, ബിൻത്ത് അസ്ലമാണ് കേട്ടോ, അസ്ലമിൻ്റെ മകൾ. അവർ പറയണം, ഞാൻ ളുഹറും അല്ലെങ്കിൽ അസ്റോ നിസ്കരിച്ചു ബനു ഹാരിസൻ്റെ പള്ളിയിൽ വെച്ച്. അപ്പോൾ ഫസ്തഖ്ബൽന മസ്ജിദ് അൽ ഈലിയ, അങ്ങനെ ഞങ്ങൾ മുന്നിട്ടു മസ്ജിദ് ഈലിയയിലേക്ക്. ഫസല്ലൈന സജദതൈനി, അങ്ങനെ ഞങ്ങൾ നിസ്കരിച്ചു 2 നിസ്കാരം. സുമജാഅന മൻ യുഖ്ബിറുന, പിന്നെ ഞങ്ങൾക്ക് വന്നു ഞങ്ങളോട് ഖബർ വർത്തമാനം ഹദീസ് പറയുന്ന ആൾ എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് അന്ന റസൂലുള്ളാഹി തങ്ങൾ ഖദ് ഇസ്തഖ്ബലൽ ബൈത്തുൽ ഹറാം, നബിതങ്ങൾ ബൈത്തുൽ ഹറാമിലേക്ക് മുന്നിട്ടു, മക്കത്തെ പള്ളിയിലേക്ക് മുന്നിട്ട്. ഫതഹവ്വല നിസാഉ മക്കാന റിജാലി, അപ്പം എന്ത് ചെയ്തു, സ്ത്രീകൾ പുരുഷന്മാരുടെ സ്ഥലത്തേക്ക് തെറ്റി. വരിജാല് മക്കാൻ നിസായി, ആ പുരുഷന്മാരുടെ സ്ഥലത്തേക്ക് സ്ത്രീകളുടെ സ്ഥലത്തേക്ക് പുരുഷന്മാരും തെറ്റിയിരുന്നു. ഫസല്ലൈന സജദതൈനിൽ ബാഖിയതൈൻ, അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ള 2 സുജൂദ് ചെയ്തു. വനഹ്നു മുസ്തഖ്ബിലൂനൽ ബൈത്തുൽ ഹറാം, അങ്ങനെ ഞങ്ങൾ ബൈത്തുൽ ഹറാമിനോട് മുന്നിട്ടു. ഖാല ഇബ്രാഹിം പറയും, ഫഹദ്ദസനി റിജാലൻ മിൻ ബനി ഹാരിസ, അപ്പോൾ ബനു ഹാരിസയിൽപ്പെട്ട ചില പുരുഷന്മാർ ഞങ്ങളോട് പറഞ്ഞു, അന്ന റസൂലുള്ളാഹിന ബലഗഹു ദാലിക ഖാല ഉലൈക ഖൗമൻ ആമനു ബിൽ ഗൈബീന്ന്,
അവ നബിതങ്ങൾക്ക് ഇതെത്തിയപ്പോൾ നബിതങ്ങൾ പറഞ്ഞു ഉലായിക്ക കൗമൻ ആമനു ബിൽ ഗൈബി, ഇവർ അദൃശ്യം കൊണ്ട് വിശ്വസിച്ചവരാണ് എന്ന് പറഞ്ഞു എന്ന്. ഇവിടെ ഇപ്പം എന്താ കിട്ടിയത്? അപ്പം നബിയെ കാണാതെ വിശ്വസിച്ചവർ. അത് ഹദീസുൻ ഖരീബൻ മിൻ ഹാദൽ വജി. അപ്പോൾ ഈ വജിഹിലൂടെ ഈ ഹദീസ് ഖരീബാണ്. വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഇനി അടുത്ത ആയി തുടങ്ങാം കേട്ടോ. നമുക്ക് നോക്കട്ടെ, ഒരുപാടുണ്ടെങ്കിൽ നിർത്താം, അടുത്ത വീഡിയോ ചെയ്യാം. ഇല്ല, അത് കുറച്ചുള്ളൂ. ഇനി വയുഖീമൂന സ്വലാത്ത, അവർ നമ്മൾ ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരെ പറ്റിയ വ്യാഖ്യാനിച്ചു. ഇനി വയുഖീമൂന സ്വലാത്ത്, അവർ നിസ്കാരം നിലനിർത്തും എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ അവരെന്താ കാല ഇബ്നു അബ്ബാസ് പറഞ്ഞ യുഖീമൂന സ്വലാത്ത ബി ഫുറൂദിഹാന്ന്, നിസ്കാരം അതിൻ്റെ ഫർളുകളെ കൊണ്ട് നിർവഹിക്കുക, അതിൻ്റെ ഫർളുകളോടുകൂടി എന്താണ് കറക്റ്റായി നിർവഹിക്കുക. അപ്പോൾ കാല ലഹാഖ് പറഞ്ഞ ഇബ്നു അബ്ബാസിനോട് ലഹാഖ് പറഞ്ഞ് ഇക്കാമത്തു സ്വലാത്തി എന്ന് വെച്ചാൽ എന്താ ഇത്മാമു റുക്കുഇ വ സുജൂദി വ തിലാവത്തി വൽ ഖുശൂഇ വ ഇഖ്ബാലി അലൈഹ ഫിഹാൽ. നിസ്കാരം നിലനിർത്തുക വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? റുക്കൂ പൂർത്തിയാക്കുക, സുജൂദ് പൂർത്തിയാക്കുക, ഓത്ത് പൂർത്തിയാക്കുക, ഖുശൂ ഉണ്ടാകുക, അത് അതിൻ്റെ മേൽ മുന്നിടുക എന്നൊക്കെയാണ് അർത്ഥം. വക്കാല ഖത്താദ പറഞ്ഞ് ഇഖാമത്തു സ്വലാച്ചാൽ മുഹാഫദത്തു അലാ മവാഖീതിയ വ ഉളൂഇയ വ റുക്കുഇയ വ സുജൂദിയ. നിസ്കാരം അതിൻ്റെ സമയങ്ങളും അതിൻ്റെ വൊളൂ, അതിൻ്റെ റുക്കൂ, സുജൂദുകളൊക്കെ എന്ത് ചെയ്യുക? എന്താ സൂക്ഷിക്കലാണ്. വക്കാല മുഖാത്തുന ഹയ്യാൻ പറഞ്ഞ് ഇഖാമത്തു വെച്ചാൽ മുഹാഫദത്തു അലാ മവാഖീതിഹ, അത് അതിൻ്റെ എന്ത് ചെയ്യുക? സമയങ്ങളുടെ മേൽ സൂക്ഷിക്കുക. വൈസ്ബാഹുൽ തുഹൂരി ഫിഹ, അതുപോലെ തന്നെ അതിലെ ശുദ്ധീകരണത്തെ പൂർത്തിയാക്കുക. വ തമാമു റുക്കുയ്യ വ സുജൂദ് റുക്കുയൊക്കെ പൂർത്തിയാക്കുക. അതുപോലെ തന്നെ തിലാവത്തുൽ ഖുർആൻ ഫി, അതിലുള്ള ഖുർആൻ പാരായണം ചെയ്യലൊക്കെയാണ് ഉദ്ദേശം. അതുപോലെ തന്നെ തശഹുദ് വ സ്വലാത്തു നബി, അത്തഹിയാത്ത്, അതുപോലെ തന്നെ നിസ്കാരം, നബിയുടെ മേലുള്ള സ്വലാത്തൊക്കെ. ഫാദ ഇഖാമത്തു, അതാണ് നിസ്കാരം നിലനിർത്തുക എന്നുള്ള ഉദ്ദേശം. വഖാല അലി ഇബ്നു അബൂ തൽഹ പറഞ്ഞു, വൈറു പറഞ്ഞു അൻ ഇബ്നു അബ്ബാസ് തൊട്ട് വമിമ്മാ റസഖ്നാ യുൻഫിഖൂൻ. ഇനി വമിമ്മാ യുൻഫിഖൂന അല്ലേ, അവർ ചെലവഴിക്കുന്നവരാണ്, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവർ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇനി പറയാം. കാല സക്കാത്തു അംവാലിഹിൻ, അവരുടെ സമ്പത്തിൻ്റെ സക്കാത്താണ് ഉദ്ദേശം. വക്കാല സുദ്ദി പറഞ്ഞു അവന് അബി മാലിക്കിനെ തൊട്ട്, അദ്ദേഹം അബി സാലിനെ തൊട്ട്, അദ്ദേഹം ഇബ്നു അബ്ബാസിനെ തൊട്ട്, അദ്ദേഹം മുറത്തിനെ തൊട്ട്, അദ്ദേഹം ഇബ്നു മസ്ഊദിനെ തൊട്ട്, അദ്ദേഹം വാൻ ഉനാസിമിൻ അസ്ഹാബി റസൂലുള്ളാഹിൻ്റെ സഹാബികളിൽപ്പെട്ട ചില ആളുകളെ തൊട്ട്. വമിമ്മാ റസഖ്നാ യുൻഫിഖൂന്ന് വെച്ചാൽ കാല ഹിയ നഫഖത്തു റജുലി അലാ അഹ്ലിഹി, അവിടെ ഉദ്ദേശം എന്താണ്? ഒരാൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ചെലവഴിക്കലാണെന്ന്. വഹാദ ഖബല അൻ തുനസല സക്കാത്ത്, അപ്പോൾ ഇത് സക്കാത്ത് അവതരിക്കുന്നതിന് മുമ്പായിരുന്നു എന്ന്. വക്കാല ജുവൈബിർ പറഞ്ഞു അനിൽ ലഹാഖിനെ തൊട്ട് കാനത്തിൻ നഫഖാത്തു ഖുർബാത്തിൻ, നഫഖാത്തുകളായിരുന്നു, ഖുർബാത്തിൻ അത് സൽക്കർമ്മങ്ങളായിരുന്നു. യതഖറബൂന ബിഹാ ഇലല്ലാഹി, അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കും, അവർ അടുത്തിരുന്നു. അലാ ഖദ്രി മൈസറത്തിഹിം വ ജുഹദിഹിം, അവരുടെ ഐശ്വര്യത്തിൻ്റെയും അവരുടെ ധനത്തിൻ്റെയും അവരുടെ അധ്വാനത്തിൻ്റെയും അളവുപ്രകാരം. ഹത്താ നസലത്തിൽ ഫറായിദു സദഖ, ഏതുവരെ? അങ്ങനെയാണ് സദഖകളിൽ നിർബന്ധമായത് ഇറങ്ങുന്നത് വരെ. ആ സബു ആയാത്ത് ഇറങ്ങിയല്ലോ ഫീ സൂറത്തി ബറാത്ത് സൂറത്തിൽ മിമ്മാ യുദ്കർ ഫീന സദഖാത്തു, സദഖകളെ അതിൽ പറയപ്പെടുന്നതിൽ നിന്ന് ഹുന്നൻ നാസിഖാത്തുൽ മുസ്ബത്താത്തു, അപ്പോൾ അവകൾ നസ്ഖ് ചെയ്യുന്നവകളാണ്. അപ്പോൾ 7 ആയത്ത് സബു ആയാത്തിൻ ഫീ സൂറത്തുൽ ബറാത്ത്. വക്കാല ഖത്താദ പറയാണ് വമിമ്മാ റസഖ്നാ യുൻഫിഖൂൻ, നാം നൽകിയതിന് ചെലവഴിക്കുന്നവർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫഅൻഫിഖു മിമ്മാ അതാഹുമുല്ലാഹ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെലവഴിക്കുക അള്ളാഹ് നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. ഹാദിൽ അംവാല അവാരിയാണ്, വദായിയാണ്, എന്തൊക്കെ അബനാദം, ഈ സമ്പത്തുകളെല്ലാം അവാരി നിൻ്റെ അടുത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടതാണ്. മനുഷ്യരെ യൂഷിക്കുവാൻ തുഫാരിഖ്, അത് നിന്നെ വിട്ടുപിരിഞ്ഞേക്കാം, അതുകൊണ്ട് നിനക്ക് നൽകിയതിൽ നിന്ന് നീ ചെലവഴിക്കുക. വഖ്താർ ഇബ്നു ജരീർ തിരഞ്ഞെടുത്തു അന്ന ആയത്ത ആമത്തൻ, ഈ ആയത്ത് ആമാണ് ഫി സക്കാത്തി വ നഫഖാത്തി, സക്കാത്തിലും നഫഖാത്തിലും ആമാണ്, അതായത് സക്കാത്തിൻ്റെ എല്ലാ ചെലവഴിക്കലും ഉൾപ്പെടുന്നുണ്ട്. കാരണം ഫൈനോ കാല അദ്ദേഹം പറഞ്ഞു വൗല താവീലാത്തി വഹഖ്വാ ബി സിഫത്തിൽ ഖൗമി, താവീലാത്തുകളിൽ ഏറ്റവും ബന്ധപ്പെട്ടത്, വ്യാഖ്യാനത്തിൽ അതിലേറ്റവും ബന്ധപ്പെട്ടത്, ഏറ്റവും യോജിച്ചത് വഹഖ് ബി സിഫത്തിൽ ഖൗമി, ഒരു ജനതയുടെ വിശേഷണത്തോടാണ്.
അയ്യക്കൂനുൽ ജമീൽ ലാസിമി ലഹും ഫി അംവാലിം മുഅദ്ദീൻ അയ്യക്കൂനു അവരാകലാണിൽ ജമീൽ ലാസിം മുഴുവത്തിനും അവർക്കുള്ള ഫി അംവാൽ അവരുടെ മുതലിലുള്ള മുഴുവൻ ബന്ധത്തിനും മുഅദ്ദീൻ അവർ വീട്ടുന്നവരാകലാണ്. സക്കാത്തൻ കാണതാലിക്ക് അത് സക്കാത്താകട്ടെ നഫക്കത്തൻ നഫക്കാത്തെ ആകട്ടെ മൻ ലസിമത്തു നഫക്കത്ത് ചിലവ് കൊടുക്കൽ നിർബന്ധമാർക്കുള്ള ചിലവാകട്ടെ എങ്ങനെ ആയാലും കൊടുത്തു വിട്ടലാണ്. മിൻ അഹ്ലിൻ അവൻ്റെ കുടുംബത്തോനോ ഇയാലിൻ അല്ലെങ്കിൽ വൈരി അവരല്ലാത്തവരാലും മിമ്മൻ തജിബ് അലൈഹിം നഫക്കത്തു ബിൽ ഖറാബത്തി വൽ മിൽക്കി വൈറദാലിക്ക അവൻ ചിലവെടുക്കൽ കുടുംബബന്ധം കൊണ്ടോ അധികാരം കൊണ്ടോ അതല്ലാത്തത് കൊണ്ടോ ചിലവെടുക്കൽ നിർബന്ധമായവരെല്ലാം ഉൾപ്പെടുത്തലാണ്. കാരണം അൻ അല്ലാഹു തആല അമ്മ വസഫഹും വ മദഹും ബിദാലിക അല്ലാഹു തആല ആമാക്കി പറഞ്ഞ് അവരുടെ വിശേഷണം പറഞ്ഞല്ലോ. വ കുല്ലു മിനൽ ഇൻഫാഖി വ സക്കാത്തി മംദൂം ബിഹി മംദൂ മഹ്മൂദൻ അലൈഹി അപ്പോൾ ഏതൊരു ചിലവഴിക്കലും ഏത് സക്കാത്താകട്ടെ അതെല്ലാം സ്തുതിക്കപ്പെട്ടതാണ്. ഖുൽതു ഞാൻ പറയുന്നു കസീറമ്മ അധികരിച്ച് യഖ്രിനുല്ലാഹു തആല ബൈന സ്വലാത്തി വൽ ഇൻഫാഖി മിനൽ അംവാലി അള്ളാഹു യോജിപ്പിച്ച് പറയാറുണ്ട് നിസ്കാരത്തിൻ്റെയും ചെലവഴിക്കുന്നതിൻ്റെ ഇടയിൽ യോജിച്ച് പറയും. കാരണം ഫൈന സ്വലാത്ത ഹഖുൻ ലാഹി വ ഇബാദത്തുഹു നിസ്കാരം എന്നുള്ള അള്ളാഹ്ക്കുള്ള അവകാശമാണ്, അവൻക്കുള്ള ഇബാദത്താണ്. വഹിയ മുസ്തമലത്തൻ അല തൗഹീദി വ സനാഇ അലൈഹി അപ്പോൾ ആ നിസ്കാരം അവൻ്റെ തൗഹീദിൻ്റെയും അവൻ്റെ സനായിൻ്റെ മേലും ചുറ്റിയതാണ്. വ തഹമീദി അവൻ്റെ ഹംദിൻ്റെ മേലും ഇബ്തിഹാലിലേഹി അവനിലേക്ക് അവലംബിക്കലിൻ്റെ മേലൊക്കെ ചുറ്റിയിരിക്കുന്നു. വ ദുആഇ വ തവക്കുൽ അലൈഹി അവനോട് ദുആ ചെയ്യുക, അവനോട് വരമേൽപ്പിക്കുക. വൽ ഇൻഫാക്കാവുന്നത് ഇഹ്സാനിൽ മഖ്ലൂഖീന സൃഷ്ടികളിലേക്കുള്ള ഗുണം ചെയ്യലാണ് ചെലവഴിക്കുക എന്നുള്ളത്. അത് പിന്നെ നഫ്ഇൽ മുഅദ്ദിലൈഹി അവരിലേക്ക് വിട്ടെടുക്കുന്ന ഉപകാരം കൊണ്ട് സൃഷ്ടികളിലേക്ക് ഗുണം ചെയ്യലാണ്. വൗലൻ നാസി ബിദാലിക അൽ ഖറാബാത്തു വഹ്ലൂന വൽ മുമാലിക്കു ജനങ്ങളിൽ ഇത് ചെലവഴിക്കൽ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവർ അൽ ഖറാബാത്ത് കുടുംബക്കാരാണ്. വാഹുലൂൻ അവൻ്റെ കുടുംബമാണ്, അഹ്ലുകാരാണ്. വൽ മമാലിക് അവൻ്റെ അടിമകളാണ്. അവൻ ഉടമപ്പെടുത്തിയവർക്കാണ് ഏറ്റവും കൂടുതൽ അവൻ ചെലവഴിക്കൽ കൊണ്ട് ബന്ധപ്പെട്ടത്. സുമ്മൽ അജാന് പിന്നെ അന്യ ആളുകൾക്ക്. ഫകുല്ലും മിനൻ നഫഖാത്തിൽ വാജിബത്തി അപ്പോൾ എല്ലാ ചെലവഴിക്കലും വാജിബായ ചെലവഴിക്കലും വ സക്കാത്തിൽ മഫ്റൂദത്തി ഫർദായ സക്കാത്തുകളും ദാഖിലും ഫി ഖൗലി തആല അത് അള്ളാഹിൻ്റെ കൗൽ അപ്പോൾ അള്ളാഹിൻ്റെ കൗലിൽ കടക്കുന്നുണ്ട്. വ മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവർ എന്നതിൽ പെടുന്നുണ്ട്. വലിഹാദാ ഇക്കാരണത്തിന് വേണ്ടിയാണ് സബത ഫി സഹിഹൈനി അൻ ഇബ്നു ഉമറിനെ തൊട്ട് സഹിഹൈനിയിൽ ബുഖാരി മുസ്ലിമിന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഖാല പറഞ്ഞു ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഇസ്ലാമിനെ എടുക്കപ്പെട്ടത് അലാ ഖംസിൻ ഇസ്ലാം എന്ന കെട്ടിടത്തെ 5 തൂണിൻ്റെ മേലെടുക്കപ്പെട്ടു. അതായത് ഷഹാദത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് അള്ളാഹുവിനെ സത്യമാക്കുക, വൈഖാമ സ്വലാ നിസ്കാരം നിർത്തുക, 3 വൈത്തായി സക്കാത്ത് കൊടുത്തുവിട്ട, 4 വസാമു റമളാൻ നോമ്പ് നോക്കുക, റമളാൻ നോമ്പ് നോക്കുക, 5 ഹജ്ജുൽ ബൈത്തി കാബെ ഹജ്ജ് ചെയ്യുക എന്ന്. വൽ അഹാദീസു ഫി ഹാദാ കസീറത്തൻ ഈ വിഷയത്തിൽ ഹദീസ് ഒരുപാടുണ്ട്. വാസുലു സ്വലാത്ത് ഫി കലാമിൽ അറബി അദ്വാഉ നിസ്കാരം സ്വലാത്ത് എന്നതിൻ്റെ അടിസ്ഥാനം അറബി സംസാരം കലാമിൽ ദുആ എന്നാണ്. കൽ ആയിഷ പറഞ്ഞു ലഹാ ഹാരിസൻ ലാ യബ്റഹുദ്ദഹ്റു ബൈതഹ വഇൻ ദുബിഹത് സ്വല്ല അലൈഹ വ സംറഹ അവിടെ സ്വല്ലാച്ച ദുആ എന്നാണ്. വഖാല ഐലൻ വീണ്ടും പറഞ്ഞു വഖാബലഹ റീഹു ഫീ ദന്നിഹ വസല്ല അലാ ദന്നിഹ ഫാർതസമാൻ അൻഷദഹുമ ഇബ്നു ജരീർ മുസ്തഷിദൻ അലാ ദാലിക ഇത് രണ്ടിനെ ഇബ്നു ജരീർ പാടിയിട്ട് സാക്ഷി ഇതിൻ്റെ മേൽ തെളിവായിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. അത് സ്വലാത്തിൻ്റെ ദുആ എന്ന അർത്ഥമെന്ന്. വഖാല ആഖിർ മറ്റൊരാൾ പറഞ്ഞു വഹുൽ ആയിഷയാണ്. അതിലും വീണ്ടും ആയിഷ പറഞ്ഞു തഖൂലു ബിൻതി വഖദ് ഖറബ്തു മുർതഹില യാ റബ്ബി ജന്നിബ് അബിൽ ഔഖാസി വൽ വജഅ അലൈക അപ്പോൾ അവിടെ എന്താ പറഞ്ഞത് അലൈക്കി മിസ്ലുല്ലദീ സ്വല്ലൈതി ഫഖ്തനമി നൗമൻ ഫഇന്ന ലി ജംബിൽ മർഇ മുൽതജിആൻ യഖൂലു അലൈക്കി മിന ദുആഇ അവിടെ അലൈക്കി എന്ന് വെച്ചാൽ അലൈക്കി മിസ്ലുല്ലദീ സ്വല്ലൈതി അലൈക്കി മിന ദുആഇ മിസ്ലുല്ലദീ ദഅൈതിഹി ലി വഹാദ ലാഹിർ സുമ്മസ്തുഅമിലത്തു സ്വലാത്ത് അപ്പോൾ നമ്മുടെ സ്വലാത്തിൻ്റെ ഭാഷ അറബിക്കലാമുള്ള അർത്ഥം പറഞ്ഞു ദുആ പ്രാർത്ഥന എന്നാണ്. പിന്നെ സുമ്മസ്തുഅമിലത്തു സ്വലാത്ത് പിന്നെ നിസ്കാരം എന്ന ഭാഷ ഉപയോഗിക്കപ്പെട്ടത് ഫി ഷറയിൽ ഉപയോഗിക്കപ്പെട്ടു ഫി ദാത്തി റുക്വി
റുക്കൂ സുജൂദ് അഫാൽ മഖ്സൂസ ഫിൽ ഔഖാത്തിൽ മഖ്സൂസക്ക് ഉപയോഗിക്കപ്പെട്ടു. പ്രത്യേക സമയങ്ങളിലുള്ള പ്രത്യേക പ്രവർത്തനം സുജൂദ് റുക്കൂ ഉൾപ്പെടെയുള്ളതിൽ ഉപയോഗിക്കപ്പെട്ടു. അതിൻ്റെ ബി ഷുറൂത്തിഹ അൽ മഅറൂഫ വസിഫാത്തിഹ വൻവായിഹ അൽ മഷ്റൂഅത്തിൽ മഷൂറ. അതിൻ്റെ പ്രത്യേക നിബന്ധനകളും വിശേഷണങ്ങളും ഉൾപ്പെടെ ഉള്ള കാര്യത്തിൽ ഉപയോഗിക്കപ്പെടും. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന നിസ്കാരത്തിൽ ഉപയോഗിക്കപ്പെട്ടതാണ്. വഖാല ഇബ്നു ജരീർ പറഞ്ഞു, വാറ അന്ന സ്വലാത്ത്, ഞാൻ അഭിപ്രായപ്പെടുന്നു നിസ്കാരം എന്നുള്ളത് മഫ്റൂദത്ത സുന്നത്തു സ്വലാത്തൻ, അന്ന സ്വലാത്തൽ മഫ്റൂദത്ത സുന്നത്തു സ്വലാത്തൻ, ഈ ഫർദാക്കപ്പെട്ട നിസ്കാരങ്ങൾക്ക് സ്വലാത്തെന്ന് പേര് പറയാൻ കാരണം ലിയനൽ മുസല്ലിയ, കാരണം നിസ്കരിക്കുന്ന ആൾ യതഅറളു, അവൻ വെളിവാകും ലിസ്തിജ്നാഹി ത്വലബത്തിഹി മിൻ സവാബില്ലാഹി ബി അമലിഹി, ഇസ്തിൻജാഹി ത്വലബത്തിഹി മിൻ സവാബില്ലാഹി ബി അമലിഹി മാ യസ്അലു റബ്ബഹു മിൻ ജാനിബി മിൻ ഹാജത്തിഹി എന്ന് അവിടെ എന്താ അർത്ഥം പറഞ്ഞു അത് നമുക്കൊന്ന് നോക്കാം. ഇബ്നു ജരീർ പറഞ്ഞല്ലേ ഫർളാക്കപ്പെട്ട നിസ്കാരത്തിന് നിസ്കാരം എന്ന് പേര് പറയാൻ കാരണം എന്താണ്? ലിയനൽ മുസല്ലിയ ഇതിൻ്റെ അർത്ഥം പറയുക അല്ലേ? ഇബ്നു ജരീർ പറഞ്ഞു, വാറ ഞാൻ അഭിപ്രായപ്പെടുന്നു അന്നസ്വലാത്തം മഫ്റൂദത്ത സുമ്യത്ത് സ്വലാത്ത്, ഫർദ് നിസ്കാരങ്ങൾക്ക് സ്വലാത്ത് എന്ന് പേര് പറയാൻ കാരണം എന്താണ്? ലിഅന്നൽ മുസല്ലി, നിസ്കരിക്കുന്ന യതഅറളു, അവൻ വെളിവാകും ലിസ്തിൻജാഹി ത്വലബത്തിഹി മിൻ സവാബില്ലാഹി ബി അമലിഹി മാ യസ്അലു റബ്ബഹു മിൻ ഹാജത്തിഹി. ഇബ്നു ജരീർ തബരി നിർബന്ധ നിസ്കാരത്തിന് സ്വലാത്ത് എന്ന പേര് ലഭിക്കാനുള്ള കാരണത്തെക്കുറിച്ച് നടക്കുന്ന വിശദീകരണമാണ് തഫ്സീർ ഇബ്നു കസീർ ഉദ്ധരിച്ചത്. എന്താണ്? വാചകത്തിൻ്റെ അവസാനം 34 എന്നീ അക്കങ്ങൾ ഗ്രന്ഥത്തിൽ ഫുൾ നോട്ട് അടിക്കുറിപ്പ് നമ്പറുകളാണ് സൂചിപ്പിക്കുന്നത്. അതിന് പദാനുപത അർത്ഥം, നമുക്ക് പദാനുപത അർത്ഥമല്ല വേണ്ടത്. എത്താറതോ അവിടെ വേണ്ട, മുന്നോട്ട് വരുന്നു, ലക്ഷ്യം വെക്കുന്നു, നേടിയെടുക്കാന്ന് കേട്ടോ, അവൻ്റെ താൻ തേടുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ അള്ളാഹിൻ്റെ പ്രതിഫലത്തിൽ നിന്നും ബിഅമലി, അവൻ്റെ അമല് മുഖേന. പൂർണ്ണ ആശയം. ഇബ്നു ജരീർ പറയും, നിർബന്ധ നിസ്കാരത്തിന് സ്വലാത്ത് എന്ന് പേര് വരാൻ കാരണം ഇതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ്, നിസ്കരിക്കുന്ന ഒരാൾ തൻ്റെ കർമ്മങ്ങളിലൂടെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം നേടിയെടുക്കാനും വിജയം വരിക്കാനും ലക്ഷ്യം വെക്കുന്നു. അതോടൊപ്പം തൻ്റെ മറ്റ് ഭൗതികവും പാരത്രികവുമായ ആവശ്യങ്ങൾ അവൻ തൻ്റെ രക്ഷിതാവിനോട് ചോദിക്കുകയും ചെയ്യുന്നു. കൂടുതൽ വിശദീകരണം. അറബി ഭാഷയിൽ സ്വലാത്ത് എന്ന പദത്തിന് ഭാഷാപരമായി പ്രാർത്ഥന എന്നാണ് അടിസ്ഥാന അർത്ഥം. അള്ളാഹുവിനെ വണങ്ങുന്ന ഈ പ്രത്യേക കർമ്മത്തിന് സ്വലാത്ത് എന്ന് വിളിക്കാൻ കാരണം ഇതിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും പ്രതിഫലവും ആഗ്രഹിച്ചുള്ള കർമ്മവും ഒരുമിച്ച് വരുന്നു എന്നത് കൊണ്ടാണ് എന്നാണ് ഇമാം ഈ വാക്കിലൂടെ വ്യക്തമാക്കുന്നത്. അതായത് നിസ്കാരം എന്നത് ഒരേ സമയം ഒരു ശാരീരിക കർമ്മവും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുമാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയത് അതാണ്. ഇനി അടുത്തത് വക്കീല പറയപ്പെടുന്ന ഈ മുസ്തഖ്ദമിന സ്വലവൈനി ഇദാ തഹറക ബി സ്വലാത്തി ഇൻദ റുക്കു വഹുമ ഇർഖാനി യംതദ്ദാനി മിനൽ ലഹരി ഹത്താ യക്തനിഫാ അജ്ബദ്ദംബി. ഇനി വക്കീല പറയപ്പെടുന്ന ഈ മുസ്തഖ്ദമിന സ്വലവൈനിൽ പിടിക്കപ്പെട്ടതാണ്. ഇദാ തഹറക ബി സ്വലാത്തി ഇൻദ റുക്കു, ഈ റുക്കുവിൻ്റെ സമയത്ത് അവൻ അനങ്ങും. തഹറക വഹുമ ഇർഖാനി സ്വലവൈനി ഇതാ തഹറക, രണ്ടും അനങ്ങും നിസ്കാരത്തിൽ. ഇന്ത റുക്കുവിൻ്റെ സമയത്ത് വഹുമ ഇർഖാനി യംതദ്ദാനി മിനൽ ലഹരി ഹത്താ യക്തനിഫാ അജ്ബദ്ദംബി. വമിൻഹു, അതിൽ നിന്ന് സുമ്മിയൽ മുസല്ലി, നിസ്കരിക്കുന്നതിന് പേരുവെക്കപ്പെട്ടു. വമിൻഹു, അതിൽ നിന്നാണ് സുമ്മിയൽ മുസല്ലിക്ക് പേരുവെക്കപ്പെട്ടു. വഹുമ സാനി ലി സാബിഖി ഫി ഹൽബിഹിൽ ഖൈലി വഫി നദർ. വക്കീല പറയുന്നത് ഈ മുസ്തഖ്ദമിന സ്വല്ലയിൽ നിന്നും പിടിക്കപ്പെടും. വഹുവൽ മുനാസമത്തുൽ ഷൈഇ മിൻ ഖൗലി ലാ യസ്ലഹ ഐ യൽസമുഹ വയദൂമു ഫിഹ ഇല്ലൽ അഷ്ഖാ. വക്കീല മുസ്തഖ്ദം മിൻ തസ്ലിയത്തിൽ ഖശിയത്തി മിനൻ നാരി ലിതുഖവ്വിമ കമാനൽ മുസല്ലി യുഖവ്വിമു വജഹു ബിസ്സലാത്ത് ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലിദ്ദിക്റുല്ലാഹി അക്ബർ വലങ്കബൂത്ത് വഇസ്തിഖാഖുഹ മിന ദുആഇ അസഹു വഅശറു വല്ലാഹു അഅലം. പക്ഷേ അതിനെ ദുആയിൽ നിന്ന് പിടിക്കപ്പെട്ടതാണെന്ന് പറയലാണ് പ്രസിദ്ധവും പ്രബലവുമായ അഭിപ്രായം.
വമ്മ സക്കാത്ത് ഫസയത്തിൽ കലാം അലിഹ ഫി മൗലിഹി ഇൻഷാ അല്ലാഹ്. അപ്പോൾ സക്കാത്തിനെ പറ്റിയുള്ള കൗല് ശേഷം വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് നോക്കണ്ട അല്ലേ, കയ്യില തൊട്ട് നോക്കാനുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പകർത്തിയിട്ട് അതിൻ്റെ അർത്ഥം കൂടി നോക്കി കഴിഞ്ഞ്. തസ്ലിയത്ത് വരെ അല്ലേ, തസ്ലിയത്ത് കഴിഞ്ഞിട്ട് അത് ആവർത്തിച്ചു വന്നല്ലോ, അത് കളഞ്ഞേക്കാം. ഇതിൻ്റെ അർത്ഥം ആശയം പറയാം. ഇതിൻ്റെ അർത്ഥവും ആശയവും പറയുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥം ആശയം പറഞ്ഞിട്ട് നിർത്താം. അതായത് സ്വലാത്തെന്ന പദം എന്തിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്? നമ്മൾ ദുആഇൽ നിന്ന് പിടിക്കപ്പെട്ടതാണെന്നാണ് പ്രബലം എന്ന് പറഞ്ഞത്. ഇനി പറയപ്പെട്ടത് ഹിയ മുസ്തഖത്തമിന സ്വലവൈനി, സ്വലവൈനിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. ഇതാ തഹറക്ക, അത് രണ്ടും അനങ്ങിയ മിനസ് ഫി സ്വലാ, നിസ്കാരത്തിൽ അത് രണ്ടും അനങ്ങും. ഇന്ത റുക്കോയി, റുക്കോയിൻ്റെ സമയത്ത്. അപ്പോൾ ഈ സ്വലവൈനി വെച്ചാൽ എന്താ? വഹുമ ഇർഖാനി, അത് രണ്ട് നരമ്പുകളാണ്. യംതദ്ദാനി, അത് മിനൽ ലഹരി, മുതുകിൽ നിന്ന് നീളുന്ന രണ്ട് നരമ്പുകൾ. ഹത്ത യക്തനിഫ, അത് മറയും. അജബ ദമ്പി, ദമ്പിൻ്റെ അജബിൻ്റെ ദമ്പില്ലേ, നമ്മുടെ വാൽക്കുറ്റിയുടെ അവിടം വരെ മറയുന്ന. അപ്പോൾ നോക്കാം എങ്ങനെ അർത്ഥം. സ്വലാത്ത് നിസ്കാരം എന്ന ഭാഗത്തിൻ്റെ ഭാഷാപരമായ ഉത്ഭവത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിലുള്ള വിവിധ അഭിപ്രായങ്ങളാണ് തഫ്സീർ ഇബ്നു കസീറിൽ ഈ വരികൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ലഫ്ലമ്മിൽ ലഫ്ല അപ്പോൾ നോക്കാം. കീല പറയപ്പെട്ടു, ഈ സ്വലാത്ത് എന്നുള്ളത് മുസ്തഖത്താണ് മിന സ്വലബൈനി, രണ്ട് സ്വലകൾ എന്നതിൽ നിന്നാണ്. സ്വലബാന് ഇതാ തഹറക്ക, അത് രണ്ടും അനങ്ങുമ്പോൾ നിസ്കാരത്തിൽ. ഇന്ത റുക്കുവിൻ്റെ സമയത്ത്. വഹുമ രണ്ട് ഇർക്കാൻ, രണ്ട് നരമ്പുകളാണ്, രണ്ട് പേശികളാണ്. യംതാദാനി എന്ന് വെച്ചാൽ നീണ്ടു കിടക്കുന്ന, മിനൽ ലഹരി, മുതുകിൽ നിന്നും നീണ്ടു കിടക്കും. അത്താ എക്തനിഫ, അത് വലയം ചെയ്യുന്നത് വരെ. അജബ തമ്പി, വാലെല്ലിനെ, വാൽക്കുറ്റിയെ വലയം ചെയ്യുന്നത് വരെ. സുമേൽ മുസല്ലബ, നിസ്കരിക്കുന്നവന് ഇങ്ങനെ പേര് വെക്കപ്പെടാൻ കാരണം സുമേൽ മുസല്ലി ലിസാബിഖി. അവിടെ പിന്നെ പറഞ്ഞെന്താ? വമിനു സുമിയൽ മുസല്ലി വഹുവ സാനിലി സാബിക്ക് മിനൽ ഹൽബത്തിൽ ഖലി അല്ലേ. വഹുവ സാൻ, അത് രണ്ടാമത്തേതാണ്, രണ്ടാമത്തെ കുതിരയാണ്. ഒന്നാമത്തേതിന് പിന്നിലായുള്ള കുതിരപ്പന്തയത്തിൽ. ഇതിൽ നെതറുണ്ട്. ഇത് ദുർബലമായ അഭിപ്രായമാണ്. അപ്പം നമുക്ക് നോക്കാം എന്താ ആശയം നോക്കാം കേട്ടോ. ഭാഷാപരമായ സ്വലാത്ത് എന്ന പദം എവിടെ നിന്നാണ് രൂപപ്പെട്ടതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിലുള്ള 4 അഭിപ്രായങ്ങളാണ് ഇവിടെ വിവരിച്ചത്. ഒന്ന്, സ്വലവാനി എന്ന റുക്കു ചെയ്യുമ്പോൾ അനങ്ങുന്ന മുതുകിൽ നിന്ന് വാലെല്ല് വരെ നീണ്ടു കിടക്കുന്ന രണ്ട് പേശികളുടെ പേരാണ് സ്വലവാനി എന്ന്. കുതിരപ്പന്തയത്തിൽ ഒന്നാമതെത്തുന്ന കുതിരയുടെ ഈ പേശികൾക്ക് നേരെ പിന്നിലായി എത്തുന്ന രണ്ടാമത്തെ കുതിരയെ അറബികൾ അൽ മുസല്ലി എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ ഈ അഭിപ്രായം ദുർബലമാണ്. ഗ്രന്ഥകർത്താവ് ഇതിൽ നെതറുണ്ടെന്ന് പറഞ്ഞ് സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഇനി അസ്വല എന്നതിൽ നിന്ന്, ഇനി സ്വല എന്നതിൽ നിന്ന് രണ്ടാമത്തെ അഭിപ്രായം, ഒരു കാര്യത്തെ മുറുകെ പിടിക്കുക അല്ലെങ്കിൽ അതിൽ സ്ഥിരമായി നിൽക്കുക എന്നതിനാണ് ഇതിനർത്ഥം. സൂറത്തുൽ ലൈലിലെ 15-ാം വചനം ഇതിന് ഉദാഹരണമായി നൽകിയിരിക്കുന്നു. ഇനി തസ്ലിയത്ത്, 3 തസ്ലിയത്ത്, വളവുള്ള മരത്തടികൾ തീയിൽ കാണിച്ച് നേരെയാക്കുന്നതിനാണ് അറബിയിൽ തസ്ലിയത്ത് എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ സ്വഭാവത്തിലെ വളവുകളും പാവങ്ങളും ഇല്ലാതാക്കി അവനെ നേർവഴിയിലാക്കുന്നത് കൊണ്ടാണ് നിസ്കാരത്തിന് ഈ പേര് വന്നത്.
സൂറത്തുൽ അങ്കബൂത്തിലെ 45-ാം വചനം ഇതിന് തെളിവായി നൽകിയിരിക്കും. ഈ 4 ദുആ പ്രാർത്ഥന എന്നതിൽ നിന്ന് നിസ്കാരം എന്നത് അടിസ്ഥാനപരമായി അള്ളാഹുവിനുള്ള പ്രാർത്ഥനയാണ്. അതിനാൽ ദുആ എന്ന അർത്ഥത്തിൽ നിന്നാണ് സ്വലാത്ത് ഉണ്ടായത്. ഇതാണ് പണ്ഡിതന്മാർക്കിടയിൽ ഏറ്റവും പ്രബലവും പ്രശസ്തവുമായ അഭിപ്രായം. അപ്പോൾ 4 അഭിപ്രായങ്ങളിൽ ഈ പറഞ്ഞത് ഇസ്തിഗ്ന ദുആയി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് ഏകദേശം മനസ്സിലായല്ലോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.